ഇതിൽ വന്നൊരു പരസ്യം കണ്ടാ ഞാൻ അവരെ ബന്ധപ്പെട്ടത്. ഇതാ എവിടെ നോക്കട്ടെ. വരന് ആവശ്യമുണ്ട് നായർ യുവതി മൂലം വെളുത്ത നിറം. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫാദറിനെ കണ്ടിട്ട് വരാം. ഞാൻ കൂടി ഇല്ലാതെ എങ്ങനെയാ? എന്തെങ്കിലും ബുദ്ധിപരമായിട്ട് അങ്ങനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വേറൊന്നുമില്ല ജാനകി. ഞങ്ങൾക്ക് 4 പേർക്കും കൂടെ ഇന്ന് അന്തി ഉറങ്ങാൻ ആ മരുത അല്ലല്ല ആ ഫാദർ ഡൊമിനിക്കിന് അന്തി ഉറങ്ങാൻ. എന്താ പറയുന്നത്? ഫാദറിനെ കോണ്ടാക്ട് ചെയ്യാം. ഫാദറിനെയോ? അതിന് നിന്റെ ഫാദർ ചത്തുമില്ലേ? പിന്നെ എവിടെ പോയി കോണ്ടാക്ട് ചെയ്യാനാ? സെമിത്തേരിയില്ല. എന്താ പറ്റിയത്? വണ്ടി എടുക്കണം. അടുക്കളയിലോട്ടാ. ടയർ പഞ്ചറടാ, മാറ്റിയിടണം. അതൊന്നും വേണ്ട. ഈ ഹൈ റേഞ്ചിലെ തണുപ്പത്ത് ടയറൊക്കെ ആര് കാണാൻ? കുഴപ്പമാണ്. ഇവിടെ എന്തൊക്കെയോ കാര്യമായ കുഴപ്പമുണ്ട്. ഉണ്ടാവും. ചങ്കിന് ഉഗ്രൻ ചവിട്ടല്ലേ കിട്ടിയത്. ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ പറ്റിയ ഏതെങ്കിലും ഡോക്ടറെ നമ്പർ നിന്റെ കയ്യിലുണ്ടോ? എടാ എന്റെ കയ്യില് എന്റെയിലുണ്ട്. വേഗം വിളിക്ക്. പക്ഷെ ബോംബെ നിന്നൊക്കെ എത്തുമ്പോ താമസിക്കോ? ബോംബെ? സോറി, മുംബൈന്ന്. കുടിക്കാം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓ, പുട്ടും മുട്ടയും പൊറോട്ടയും മുട്ടയും. നീ ഒന്നും പറയണ്ട. മനസ്സിലായല്ലോ? മണ്ടത്തരങ്ങളൊന്നും പറയണ്ട. ഏത് തന്റെയാ പറഞ്ഞത് ബംഗ്ലാവിൽ പ്രദേശത്തിലുണ്ടെന്ന്? നീ തന്നെ പറഞ്ഞു. എന്തൊക്കെ ഇന്നലെ ഉറക്കമൊക്കെ കുറെ നാള് കൂടി സുഖമായിട്ടൊന്ന് ഉറങ്ങി. അതെ, ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഇതിൽ വന്നൊരു പരസ്യം. എന്റെ മുന്നേ ഇതിൽ ഇത്ര അധികം തക്കിട്ടായിരുന്നു. ശരിക്കും കാട് മനസ്സിലാവില്ല കേട്ടാ. അയ്യോ, ഇതിൽ ഇത്ര തക്കിട്ടായിരുന്നു. പക്ഷെ ഇതിലെനിക്ക് ഇഷ്ടം പറ്റിയതാട്ടാ. ഫസ്റ്റ് സെക്കൻഡ് ആണ് ഇതിലെ അടിപൊളി. എന്നിടയ്ക്ക് ആരുടെ താക്കോല് കൊടുക്കാനൊക്കെ പറയണ ഗൈസ്. അതൊക്കെയാണ് നമുക്ക് വൈബ് തോന്നുന്നുണ്ട്, നമുക്ക് ഡാൻസ് കളിക്കാൻ തോന്നുന്നുണ്ട്, നമുക്ക് ഇഷ്ടമാവണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് കയറി കളിച്ചോളാം. അതിന് വേറെ ആരും നോക്കിക്കണ്ട, വേറെ ആരെയും നോക്കണ്ടോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മുടെ കൂടെ കളിക്കുന്നൊന്നും നോക്കണ്ട. ഒറ്റ മൈൻഡ്. അതാണ് കിടലായിരുന്നു. എനിക്കിഷ്ടമായിട്ട് അതിൻ്റെ ഇടയിൽ അയ്യ താക്കോല് കൊടുക്കാനൊക്കെ ആര് പറയണ ഗൈസ്. സീരിയസ് ആയിരുന്നു. എന്ത് വൈബാണല്ലോ ചേച്ചി. എന്റെ മുന്നേ നമ്മൾ വേറെ ആള് വെയിറ്റ് ചെയ്തത്. ആ കൊച്ചിന് വരാ ചേച്ചിയുടെ വൈബ് മനസ്സിലായി. കൊച്ചു കൂടെ കളിക്കുന്നുണ്ട്. കൊള്ളായിരുന്നു. അമ്മച്ചി പൊളി. പുത്രൻ ചേട്ടാ, ആ കല്ലൂസൻ എന്നെ പാലത്ത് വെച്ച് കൈക്ക് പിടിച്ച് ശല്യപ്പെടുത്തി. കത്തിയോടെ വല്ല പെണ്ണുങ്ങൾക്കും വേണ്ടി കത്തി എടുത്ത് കൊല്ലാൻ പോവാണോടാ? നീ പോയാ പിള്ളേരെ വിളിച്ചോളൂ. വാടാ. ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല. അവനെ ഒതുക്കിയേ പറ്റൂ. പറ്റൂ. എന്റെ മോടെ പിറന്നാള് വിളിക്കാൻ വന്നത്, എല്ലാവരും വരണം. ചേട്ടാ, ആ കല്ലൂസൻ എന്നെ പാലത്ത് വെച്ച് കൈക്ക് പിടിച്ച് ശല്യപ്പെടുത്തി. കരഞ്ഞതാണെന്നല്ല അത്. ഞാൻ ചുമച്ചാന്ന് വിചാരിച്ചേട്ടാ. ചേട്ടാ എന്നിട്ട് കൈകൂസരാ അവനെന്നെ കൈക്ക് പിടിച്ച് ശല്യപ്പെടുത്തി കരഞ്ഞച്ചാ കേട്ടെ. കൊള്ള, നൈസ്. എടാ എന്തോടെ സമരാണത്? ശരിക്കും ഉള്ളതാണോ അതോ റീൽസിന് വേണ്ടി എടുത്താ? സത്യം പറഞ്ഞാൽ ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റില്ല. 2 ദിവസം മുമ്പ് ഞാൻ വീണ്ടും ഫ്രണ്ടിൽ നിന്ന് പല്ലേച്ചുകൊണ്ടിരുന്നപ്പോഴേ ആരാ പറഞ്ഞു ഞാൻ കറുത്ത പൊടി എടുത്ത് ചുണ്ടിൻ്റെ ഇടയിൽ കയറ്റിയെന്ന്. അതും കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി ഉരുട്ടി പോയപ്പോഴേ 100-120 പോയെന്ന്. മുടി വളർത്തിയ കഞ്ചാവ്. വീട്ടിൻ്റെ അകത്ത് വല്ല കുഴിയും കുടിച്ചിരിക്കാന്ന് പറഞ്ഞാലോ നിധി തേടിപ്പോയെന്ന് പറയും. ഇവന്മാര് നിധി കുഴിച്ചെടുക്കാൻ പോണ എന്തൊരു അവസ്ഥ കളിയത്. മുടി ഇപ്പൊ എത്ര ആളായി നീ വളർത്തിയിട്ട്? ഞാൻ കുറച്ച് നാളെ ആളുണ്ടോ, ഒരു 10 വർഷം അത്രേ ഉള്ളൂ. ഈശ്വര, ഇത് പെണ്ണാ. ഇതിനി ആൾക്കാർ എന്തൊരു പറയുമെന്തോ. അനാശാസ്യം ഞാൻ ഇവിടെ അനുവദിക്കില്ല. വന്ദനം. ഞാനിന്ന് ശാന്തയുടെ മകന്റെ വേറൊരു കാര്യം പറയാനാണ് ഇവിടെ വന്നത്. ശാന്തയുടെ മകൻ ഇവിടെ നിന്ന് കൊല്ലണല്ലേ ഒരു പെങ്കൊച്ചുമായി വന്ന് നമ്മുടെ മുക്കിലിരുന്ന് കൊഞ്ചി കുഴിഞ്ഞ് സല്ലപിക്കുകയാണ്.
ഇതാണോ നമ്മുടെ നാട്? ഇത് കണ്ടല്ലേ നമ്മുടെ കുട്ടികൾ വളരുന്നത്? ഇത് കഴിവതും എല്ലാവർക്കും ഷെയർ ചെയ്യുക. അടുത്ത ന്യൂസുമായി ഇതേ കണക്ക് വരുന്നതാണ്. ഓ സോറി ട്ടോ, അറിയാതെ എന്റെ പോക്കറ്റിൽ നിന്ന് ചാടിയതാ. താങ്ക് യു ട്ടോ. മൊബൈലല്ല കണ്ണട. വരയും പുലിയ പെണ്ണേട്ടി ഒരു പുലിക്കുട്ടീനെ ഉണ്ടാക്കുന്ന സമയം കഴിഞ്ഞു. വരയും പുലി കെട്ടി. നീ കെട്ടാത്തോണ്ടാണ് എന്നെ കെട്ടിക്കാത്ത. ഒരു മോതിരം വേണോടോ? മോതിരോ? കേട്ടോ ബ്രോ. ബ്രോ ഊരാൻ പറ്റില്ല ബ്രോ. നല്ല ടൈറ്റ് ബ്രോ, ഊരാൻ പറ്റില്ല. കോട്ടയുടെ ശക്തി ഊരി വാ. ഒരു ഹെൽപ്പ് ചെയ്യാവാ? എനിക്ക് പുതിയ ഐഫോൺ എടുത്തായിരുന്നു. എന്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞേ അണ്ണൻ ഐഫോണിൽ പുലിയാണെന്ന്. ഇതൊന്ന് സെറ്റാക്കി തരാവാ? പിള്ളേരുടെ കാര്യം താ ഇങ്ങോട്ട്. എനിക്കൊരു സൂത്രം കാണിച്ചു തരട്ടെ. അണ്ണൻ പലരും ഞെട്ടിച്ച സാധനം. കനിയൊക്കെ മാറിയടാ. പോവാം. ആ ടിസ്റ്റ് ഞാൻ വിചാരിച്ചില്ലടാ. അതൊരു ടിസ്റ്റ് ആയിരുന്നു ഗൈസ്. അച്ഛനാരാ? അമ്മയുടെ പുറത്താകും. അതല്ലെന്ന് നിങ്ങൾ അച്ഛൻ എന്താ വിളിക്കുന്നതെന്ന്? ഞാൻ അച്ഛൻ വിളിക്കാം. അമ്മയാണെങ്കിൽ വല്ലപ്പോഴും ചേട്ടാന്ന് വിളിക്കും. ഞാൻ വേറെ വല്ലതൊക്കെ വിളിക്കും. നിങ്ങൾ അച്ഛന് പേരെന്തോ? കിടന്നിടത്ത് ചന്ദ്രൻ. കിടന്നുപെടുത്ത ചന്ദ്രൻ അല്ല, കിടന്നിടത്ത് വീട്ടുപേരാ. കിടന്നിടത്ത് വീട്ടുപേര്. നിങ്ങൾ അച്ഛന്റെ സ്ഥലം പറഞ്ഞ്? തോട്ടുവക്കില്. എന്താ നിങ്ങൾ അച്ഛൻ മാക്കറിയാ? അല്ല, തോട്ടുവക്കൽ സ്ഥലത്തിന്റെ പേരാ. സ്ഥലപ്പേരാ? ഓക്കെ. അപ്പൊ നമുക്ക് തോട്ടുവക്കൽ ചന്ദ്രൻ. ഒരു കാര്യം ചെയ്യാം, 16 കുഴിക്കാം. അല്ല, ശവാടക്കിനാ കുഴിക്കുന്നത്, 16 നമ്മൾ കുഴിക്കത്തില്ല. എന്താണ് നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട്? നിന്റെ ടീച്ചർ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ നീ തോറ്റെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് ഞാൻ ഇല്ലാത്ത പൈസ മുടക്കിയാണ് ഇൻസ്റ്റാൾമെന്റ് ബോക്സ് വാങ്ങി തന്നത്. ഇൻസ്ട്രുമെന്റ് ബോക്സ് അതെന്തോ ആവട്ടെ, നിനക്ക് വാങ്ങി തന്നില്ലേ? ഇനി പറഞ്ഞ കാര്യമില്ല. എനിക്ക് ഈ സമൂഹത്തിലെ നിലയും വില എന്താണെന്ന് നിനക്കറിയാമോ? നിന്റെ മാർക്കിൽ ഒരിക്കലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. എന്താടാ നോക്കണ? നിനക്കൊന്നും പറയില്ലേ? നിന്റെ വായിലെന്താ പഴക്കേക്കിരിക്കണ?